കഥയെ ആരംഭിക്കുന്നത് ഒലിവർ ട്വിസ്റ്റ് എന്ന അനാഥനായ ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഒരാൾ അവനെ പിടികൂടി ജോലിസ്ഥലത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഒലിവറിനെ ജോലിസ്ഥലത്തേക്ക് എത്തിച്ച വ്യക്തിയുടെ പേര് മിസ്റ്റർ ബംബിൾ എന്നായിരുന്നു. ഒലിവർ ട്വിസ്റ്റ് ജനിച്ചതേ അവിടെ തന്നെയാണ്. പിന്നീട് ഇപ്പോൾ വളർന്ന് അത്രയും ആയ ശേഷം ആ വർക്ക് പ്ലേസിലേക്ക് എത്തിയിരിക്കുന്നു. അന്ന് ഒലിവറിന്റെ 9ാമത്തെ പിറന്നാളായിരുന്നു. പക്ഷേ പിറന്നാൾ ആഘോഷിക്കാനൊന്നുമല്ല അവർ ഒലിവറിനെ അങ്ങോട്ടേക്ക് എത്തിച്ചത്. മറിച്ച് ഒലിവറിനെയും അവിടുള്ള ഒരുപാട് കുട്ടികളുടെ കൂട്ടത്തിൽ പണിക്കായി ഉപയോഗിക്കാനായിരുന്നു. ബംബിൾ ഒലിവറിനെ അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ആളുകളുടെ മുമ്പിലേക്ക് എത്തിച്ചു. പിന്നാലെ അവനെ ജോലിക്ക് കയറ്റി. മറ്റ് കുട്ടികളോടൊപ്പം ഒലിവർ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഒലിവറിന്റെ ഏറെക്കുറെ അതേ പ്രായത്തിലുള്ള കുട്ടികളാണ്. പക്ഷെ അവരുടെ ജീവിതം കൂടുതൽ കഠിനമായതായിരുന്നു. പകലൊട്ടുക്കും അവർക്ക് പണിയെടുക്കണം. കഴിക്കാനായി കിട്ടുന്ന ഭക്ഷണമോ തുലവും തുച്ഛവുമായിരുന്നു. കിടക്കാൻ താമസ സ്ഥലമുണ്ട് എന്നത് മാത്രമാണ് ആകെ പറയാൻ പറ്റുന്ന ഒരു ഗുണം. ഭക്ഷണം കൃത്യമായി കിട്ടാത്തതുകൊണ്ട് പലർക്കും വിശപ്പ് കൊണ്ട് രാത്രി ഉറക്കം പോലും വരാറുണ്ടായിരുന്നില്ല. പകല് മുഴുവൻ ടയേർഡാവുന്ന രീതിയിൽ പണിയെടുത്തിട്ടും ഉറക്കം വരാതെ പലരും കഷ്ടപ്പെട്ടിരുന്നു. അടുത്ത ദിവസം ആ കുട്ടികൾ ഒരു ഗെയിം കളിച്ചു. അതിൽ വിജയിച്ചത് ഒലിവർ ആയിരുന്നു. സംഭവം എന്തെന്നാൽ അതിൽ വിജയിക്കുന്നവർ അവിടുത്തെ അനീതികൾക്കെതിരെ ഒന്ന് ശബ്ദമുയർത്തണം. എല്ലാ കുട്ടികളും ഒലിവറോട് പറഞ്ഞത് തങ്ങൾക്ക് കുറച്ചുകൂടി ഭക്ഷണം വേണം എന്നാവശ്യപ്പെടാനായിരുന്നു. അടുത്ത ദിവസം ഭക്ഷണ സമയത്ത് ഭക്ഷണം തീർന്നതും അവർ ഒലിവറോട് കൂടുതൽ ഭക്ഷണം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. പേടിയുണ്ടായിരുന്നെങ്കിലും ഉള്ളിലുള്ള ധൈര്യം സംഭരിച്ച് ഒലിവർ മുമ്പോട്ടേക്ക് ചെന്നു. കൂടുതൽ ഭക്ഷണം ചോദിച്ചു. പക്ഷെ അവരെ നോക്കാനുണ്ടായിരുന്ന വൃദ്ധനായ ആ മനുഷ്യന് ഒലിവർ ആ ചോദിച്ചത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒലിവർക്ക് നേരെ അയാൾ വടിയോങ്ങി. ഒലിവർ ഓടാൻ തുടങ്ങിയപ്പോൾ അയാൾ ഒലിവറുടെ പിന്നാലെ ഓടിച്ചെല്ലാൻ തുടങ്ങി. വൈകാതെ വിവരം മിസ്റ്റർ ബംബിളിന്റെ അടുത്തും എത്തി. മിസ്റ്റർ ബംബിൾ അവിടുത്തെ വെയർഹൌസ് സുപ്പീരിയേഴ്സിനെ വിവരമറിയിച്ചു. ഒലിവർ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി അവരൊക്കെ അറിഞ്ഞതും ഒലിവർ അവിടെ നിന്നാൽ തങ്ങൾക്ക് ഭീഷണിയായി വരും, പ്രശ്നമാകുമെന്ന് ചിന്തിച്ചവർ ഒലിവറെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. ആദ്യം അവിടുള്ള ഒരു ചിമ്നി സ്വീപ്പറിന് അസിസ്റ്റന്റായി ഒലിവറെ വിൽക്കാനായിരുന്നു അവർ തീരുമാനിച്ചത്. ആ ചിമ്നി സ്വീപ്പർ ആകട്ടെ ഒരു ക്രൂരനായ വ്യക്തിയാണ്. ഭാഗ്യം കൊണ്ട് ഒലിവർ അയാളുടെ കയ്യിൽപ്പെട്ടില്ല. ഒലിവർ വൈകാതെ വിൽക്കപ്പെട്ടു. ഒലിവർ അസിസ്റ്റന്റായി എത്തിക്കപ്പെട്ടത് സോർബറി എന്ന പേരുള്ള ഒരാളുടെ കീഴിലേക്കായിരുന്നു. സോർബറി ഒരു അണ്ടർടേക്കർ ആണ്, അതായത് ഫ്യൂണറൽ ചടങ്ങുകളൊക്കെ നടത്തുന്ന വ്യക്തി. ഒലിവർ അവിടെ ജോലി നോക്കാൻ ആരംഭിച്ചു. അവിടെ അസിസ്റ്റന്റായി നോഹ എന്ന പേരുള്ള ഒരു പയ്യനും ഉണ്ടായിരുന്നു. സോർബറിയുടെ ഭാര്യയ്ക്കും നോഹയ്ക്കുമൊന്നും ഒലിവറെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് പരമാവധി ഒലിവറെ ഉപദ്രവിക്കാൻ, ദ്രോഹിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. നോഹയാണെങ്കിൽ ഒലിവറെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുകയും ഓരോന്ന് ഓർഡർ ഇടുകയും ചെയ്യും. പലപ്പോഴും തിരികെ പ്രതികരിക്കാൻ ഒലിവറിന് തോന്നിയിരുന്നെങ്കിലും ഒക്കെ അവൻ കടിച്ചു പിടിച്ചു നിന്നു. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. നോഹയുടെ ഉപദ്രവം കൂടിക്കൂടി വന്നു. ഒരിക്കൽ അവന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം നടന്നു. നോഹ അവന്റെ അമ്മയെപ്പറ്റി കുറ്റം പറഞ്ഞു. സഹിക്കാൻ പറ്റാതിരുന്ന ഒലിവർ നോഹയെ അന്ന് കടന്നാക്രമിച്ചു. സോർബറിയുടെ ഭാര്യയ്ക്ക് നേരിട്ട് കണ്ടപ്പോ ഒലിവറോട് അത് കണ്ട് ദേഷ്യം വരികയാണ്. പിന്നെ പറയണ്ടല്ലോ, നോഹയെ ആക്രമിച്ചു എന്ന കുറ്റത്തിന് ഒലിവറിനന്ന് നല്ല അടി കിട്ടി. ഇനിയും അവിടെ തുടരാൻ പറ്റില്ല, ജീവിതം മുഴുവൻ അവിടെ അടിമയായി നിന്നാൽ ശരിയാവില്ല എന്നൊലിവർ തിരിച്ചറിഞ്ഞൊരു ദിവസം കൂടിയായിരുന്നു അത്. അതോടെ ഒലിവർ അവിടം വിട്ട് കടന്നുപോവാൻ തീരുമാനിച്ചു. ആരും ചുറ്റിലുമില്ല എന്നുറപ്പുവരുത്തി ഒരു ദിവസം ഒലിവർ അവിടെ നിന്ന് പുറത്തു ചാടുകയാണ്. കാൽനടയായി നേരെ ലണ്ടനിലേക്ക് പോവാനായിരുന്നു അവൻ പദ്ധതിയിട്ടത്. മുന്നോട്ട് ഒലിവർ നടന്നുകൊണ്ടേയിരുന്നു. കയ്യിൽ കുറച്ച് ഭക്ഷണം കരുതിയിരുന്നു. കുതിരവണ്ടിയിൽ മറ്റും പോവാനായി അവന്റെ പക്കൽ പണം പോലും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങളോളം നടന്നെങ്കിൽ മാത്രമേ ലണ്ടനിൽ എത്തിച്ചേരുകയും ചെയ്യുമായിരുന്നുള്ളൂ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും അവന്റെ കയ്യിലെ ഭക്ഷണം കഴിഞ്ഞു. പോകുന്ന വഴിക്ക് അവനൊരു വീട് കണ്ടു. അവിടെ കയറി കുറച്ച് ഭക്ഷണം തരാമോ എന്ന് അപേക്ഷിച്ചു. പക്ഷെ അവിടുത്തെ വീട്ടുടമസ്ഥൻ അവനെ ആട്ടിയോടിക്കുകയായിരുന്നു ചെയ്തത്. ഒലിവർ പേടിച്ച് ഓടിപ്പോന്നു. വീണ്ടും അവൻ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. നടന്നൊടുവിൽ വയ്യാതെ അവൻ റോട്ടിൽ കുഴഞ്ഞു വീഴുകയാണ്. ഭാഗ്യവശാൽ അതുവഴി വന്ന വൃദ്ധയായ ഒരു സ്ത്രീ അവനെ കണ്ടിരുന്നു. ദയാലുവായ ആ സ്ത്രീ അവനെ പൊക്കിയെടുത്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവന് ഭക്ഷണം കൊടുത്തു. അന്നവിടെ തങ്ങാൻ അനുവദിച്ചു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ഒലിവർ വീണ്ടും ലണ്ടനിലേക്കുള്ള തന്റെ യാത്ര തുടർന്നു. നീണ്ട യാത്രയ്ക്കൊടുവിൽ, അതായത് 7 ദിവസങ്ങളോളം കാൽനടയായി സഞ്ചരിച്ച് ഒലിവർ ഒടുവിൽ ആ വലിയ നഗരത്തിലെത്തിച്ചേർന്നു, ലണ്ടൻ എന്ന മഹാനഗരം. പക്ഷെ അപ്പോഴേക്കും തുടർച്ചയായി നടന്നും, അതും കൊള്ളില്ലാത്ത ഷൂസ് ഇട്ട് നടന്നും അവന്റെ കാലിന് വലിയ തോതിൽ പരിക്ക് പറ്റിയിരുന്നു. ഒലിവർ ഒരു കെട്ടിടത്തിന്റെ സ്റ്റെപ്പിന്റെ സമീപത്ത് തളർന്നിരിക്കാൻ കിടക്കാൻ ആരംഭിച്ചു. ഒലിവർ അങ്ങനെ കിടക്കുന്നത് ഒരു പയ്യന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ജാക്ക് ഡോക്കിൻസ് എന്നായിരുന്നു ആ പയ്യന്റെ പേര്. ഒലിവറെ കൂടെ കൂട്ടി അവൻ മുമ്പോട്ട് നടന്നു. പോകുന്ന വഴിയിൽ വളരെ വിദഗ്ധമായി വഴിയരികിൽ കച്ചവടം ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് അവൻ ഓരോന്ന് മോഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഒലിവർ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോ കുറച്ച് ബ്രെഡും ഇറച്ചിയും ഒലിവറിന് അവൻ മോഷ്ടിച്ചു കൊടുത്തു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ജാക്ക് ഡോക്കിൻസ് യഥാർത്ഥത്തിൽ ഒരു പോക്കറ്റ് അടിക്കാരനാണ്. ചെറിയ മോഷണങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഘത്തിലെ അംഗം.
തനിക്ക് താമസിക്കാനും മറ്റും ഒരു ഇടമില്ല എന്ന കാര്യമൊക്കെ ഒലിവറിൽ നിന്ന് മനസ്സിലാക്കിയ ജാക്ക് ഡോക്കിൻസ് ഒലിവറെ തങ്ങളൊക്കെ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി. അവിടെത്തിയ ഒലിവർ കണ്ടത് മറ്റൊരുപാട് കുട്ടികളെയായിരുന്നു. അവരെല്ലാവരും ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്യുന്ന പയ്യന്മാരായിരുന്നു. അവരെയൊക്കെ നിയന്ത്രിക്കുന്ന, അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്ന ഒരാളും അവിടെ ഉണ്ടായിരുന്നു. ഫേഗൻ എന്നായിരുന്നു അയാളുടെ പേര്. അയാളാണ് അവരുടെ ലീഡറായി വർക്ക് ചെയ്യുന്നത്. ഫേഗൻ ആ കുട്ടികൾക്ക് മോഷണത്തിനുള്ള ട്രെയിനിങ് കൊടുക്കും. ശേഷം അവരെ മോഷണത്തിന് പറഞ്ഞയക്കും. കിട്ടുന്നതെന്തോ അതവർ ഫേഗനെ ഏൽപ്പിക്കണം. ഫേഗൻ അവർക്ക് ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവും നൽകും. ഇതായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒലിവറെയും അവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ ഫേഗൻ തീരുമാനിച്ചിരുന്നു. തനിക്ക് മോഷണം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ട ട്രെയിനിങ് കൊടുക്കാൻ അവർ ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം ഒലിവറെയും കൂട്ടിക്കൊണ്ട് 2 കുട്ടികൾ മോഷണത്തിനായി പുറത്തേക്കിറങ്ങി. അന്ന് ഒലിവറുടെ മോഷണത്തിന്റെ ആദ്യ ദിവസമാണ്. തെരുവിലൂടെ അവർ മുമ്പോട്ട് നടന്നു. ബ്രൗൺലോ എന്ന പേരുള്ള ഒരു വ്യക്തി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്ന് ഹാൻഡ് കർച്ചീഫ് മോഷ്ടിക്കാൻ ആ കൂട്ടത്തിൽ ഒരു കുട്ടി ശ്രമിച്ചു. ഒലിവറും അപ്പുറം ഉണ്ടായിരുന്നെങ്കിലും ബ്രൗൺലോയുടെ അടുത്തേക്ക് ചെല്ലാൻ വരെ അവന് ഭയമായിരുന്നു. ബ്രൗൺലോ ആണെങ്കിൽ ഒരു ബുക്ക് വായിച്ച് അതിൽ മുഴുകി നിൽക്കുകയാണ്. തന്റെ കർച്ചീഫ് മോഷ്ടിക്കപ്പെട്ടത് ബ്രൗൺലോ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ആ ഷോപ്പ് ഓണർ അത് കണ്ട് ബ്രൗൺലോയോട് പറഞ്ഞു. ഹാൻഡ് കർച്ചീഫ് മോഷ്ടിച്ച കുട്ടികൾ ഒലിവറിനടുത്തുകൂടെ അവനെയും വിളിച്ച് ഓടിപ്പോവാൻ നോക്കി. പക്ഷെ ഒലിവർ ഒരു നിമിഷം സ്തബ്ധനായി നിന്നിരുന്നു. ബ്രൗൺലോ തിരിഞ്ഞപ്പോ കണ്ടത് ഒലിവറിനെയാണ്. ഒലിവർ ഭയന്നോടാൻ തുടങ്ങി. ഒലിവറാണ് മോഷ്ടാവെന്ന മട്ടിൽ കള്ളൻ എന്ന ബ്രൗൺലോ അലറി വിളിച്ചു. ഓടിപ്പോയ ഒലിവറിനെ പിടിക്കാനായി നിരവധി ആളുകൾ പിന്നാലെ കൂടി. ഒടുവിൽ ഒരാൾ ഒലിവറെ ഇടിച്ചിട്ടപ്പോൾ ഒലിവർ പിടികൂടപ്പെടുകയാണ്. പിന്നാലെ പോലീസ് ഒലിവറെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഒടുവിൽ കോടതിക്ക് മുമ്പിലും എത്തിച്ചു. ബ്രൗൺലോയും ഒലിവറിനൊപ്പം കോടതിയിലേക്ക് എത്തിയിരുന്നു. ജഡ്ജിക്ക് മുമ്പിൽ ഒലിവറെ പിടിച്ച ആ വ്യക്തി ഇടിച്ചതിന്റെ ആഘാതം കൊണ്ട് അവന് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ ഒലിവറെ പോലുള്ള പയ്യന്മാരുടെ സ്ഥിരം അടവാണ് എന്ന മട്ടിലായിരുന്നു ജഡ്ജി പറഞ്ഞത്. 3 മാസത്തെ കഠിന തടവിന് കഠിനമായ ജോലിക്ക് താൻ അവനെ ശിക്ഷിക്കാൻ പോവുകയാണ് എന്ന മട്ടിൽ ജഡ്ജി പറഞ്ഞതും ആ ബുക്ക് ഷോപ്പ് ഓണർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഒലിവറെ കണ്ടതും ഒലിവറെല്ലാം മോഷ്ടിച്ചത് എന്ന ബുക്ക് ഷോപ്പ് ഓണർ സാക്ഷ്യപ്പെടുത്തി. അതോടെ ബ്രൗൺലോയ്ക്ക് ഒലിവറിനുമേൽ ആവശ്യമില്ലാതെ കുറ്റം ചാർത്തിയല്ലോ എന്ന തരത്തിൽ കുറ്റബോധം തോന്നി. കൂട്ടത്തിൽ വയ്യാത്ത ഒലിവറെ കണ്ട് അയാൾക്ക് സങ്കടവും വന്നു. അങ്ങനെ ഒലിവറെ ബ്രൗൺലോ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതേസമയം മറുവശത്ത് ഒലിവർ പിടിക്കപ്പെട്ട കാര്യം ഫാഗിൻ അറിഞ്ഞിരുന്നു. ഒലിവറെ പിടിക്കപ്പെടാൻ അനുവദിച്ചതിന് ജാക്ക് ഡോക്കിൻസിനെ അടക്കം ഫാഗിൻ അന്ന് ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. ഫാഗിൻ അത്രമേൽ ദുഷ്ടനായ ഒരു വ്യക്തിയാണ് എന്ന് വ്യക്തമാകുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അത്. പിന്നാലെയാണ് ബിൽ സൈക്സ് എന്ന പേരുള്ള ഫാഗിന്റെ പങ്കാളിയായ ഒരു വ്യക്തി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഒലിവർ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ബിൽ സൈക്സിനടുത്ത് ഫാഗിൻ പറഞ്ഞു. ബില്ലൊട്ടും മടിച്ചില്ല. നാൻസി എന്ന പേരുള്ള ഒരു വേശ്യയെ സംഘടിപ്പിച്ച് ഒലിവറിന്റെ അമ്മ എന്ന മട്ടിൽ പോലീസ് സ്റ്റേഷനിലേക്കും കോർട്ടിലേക്കും പറഞ്ഞയച്ചു. ഒലിവറെ പറ്റി വിവരമറിയാനായിരുന്നു അത്. നാൻസി മിസ്റ്റർ ബ്രൗൺലോ ഒലിവറെ കൊണ്ടുപോയി എന്ന വിവരം മനസ്സിലാക്കുകയാണ്. ഇതേസമയം മറുവശത്ത് ഒലിവറാകട്ടെ ബ്രൗൺലോയുടെ വീട്ടിൽ സുരക്ഷിതനായിരുന്നു. ബ്രൗൺലോ നല്ലൊരു മനുഷ്യനായിരുന്നു. ഒലിവറിന് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവുമൊക്കെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തു. ഒഫീഷ്യലി ദത്തെടുത്തില്ലെങ്കിലും തന്റെ ദത്തുപുത്രനെ പോലെ അദ്ദേഹം ഒലിവറെ നോക്കി. ഒലിവറിന് നല്ല താമസ സൗകര്യവും ഭക്ഷണവും വസ്ത്രവും എന്തിനേറെ വിദ്യാഭ്യാസം വരെ നൽകാൻ ആരംഭിച്ചു. ഒലിവറും തിരികെ ബ്രൗൺലോയെ അദ്ദേഹത്തിന്റെ ജോലിയിൽ സഹായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബുക്ക് ഷോപ്പ് ഓണർ ഒരു പാഴ്സൽ ബ്രൗൺലോയുടെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. ഒലിവറായിരുന്നു അത് വാങ്ങി ബ്രൗൺലോയുടെ മുമ്പിലെത്തിച്ചത്. ഉടനടി ബ്രൗൺലോ ഒലിവറോട് ബുക്ക് തന്ന വ്യക്തിയെ തടഞ്ഞു നിർത്താൻ ആവശ്യപ്പെട്ടു. ഒലിവർ എത്തിയപ്പോഴേക്കും ബുക്ക് കൊടുത്ത വ്യക്തി പോയി കഴിഞ്ഞിരുന്നു. ഒലിവർ അയാളുടെ പിന്നാലെ അയാൾ പോയ വഴിയിൽ തെരുവിലൂടെ ഓടാൻ ആരംഭിച്ചു. പിന്നാലെ അയാളെ കണ്ടുകിട്ടാതെ ഒലിവർ തിരികെ വന്നു. അപ്പോഴാണ് ബ്രൗൺലോ ബുക്ക് ഷോപ്പിൽ കൊടുക്കാനുള്ള കുറച്ച് ബുക്കുകൾ ഒലിവറുടെ കയ്യിലേൽപ്പിച്ച് അത് കൊടുത്തിട്ട് വരാൻ പറയുന്നത്. ഒലിവർ അതുമായി തെരുവിലേക്ക് പുറപ്പെട്ടു. പോകുന്നതിനു മുമ്പ് ബുക്ക് ഷോപ്പ് ഓണറിന് കൊടുക്കാനുള്ള 5 പൗണ്ടും ഒലിവറുടെ കയ്യിൽ അദ്ദേഹം കൊടുത്തിരുന്നു. പക്ഷെ ആ പോകുന്ന വഴിയിൽ ഒലിവർ നാൻസിയുടെ മുമ്പിൽ പെട്ടു. നാൻസി ഒലിവറെ പിടിച്ചു നിർത്തി. ബിൽ സൈക്സും കൂടി വന്നതോടെ ഒലിവർ പൂർണ്ണമായി പെട്ടെന്ന് പറയാം ബിൽ സൈക്സ് ഒലിവറെ ബലമായി പിടിച്ച് ഫേഗന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഒലിവറെ കണ്ട് കുട്ടികൾ അതിശയിച്ചിരുന്നു. നല്ല വസ്ത്രവും മറ്റും അവൻ ധരിച്ചിരിക്കുന്നു. അവർ ഒലിവറുടെ പോക്കറ്റിൽ നിന്ന് 5 പൗണ്ട് കണ്ടെടുത്തു. ഫേഗൻ അത് കൊടുക്കാൻ പോയപ്പോൾ താനാണ് കുട്ടിയെ കൊണ്ടുവന്നതെന്നും 5 പൗണ്ട് തനിക്കുള്ളതാണ് എന്നും പറഞ്ഞ് ബിൽ സൈക്സ് അതിനായി മുറവിളി കൂട്ടി. അവർ തമ്മിൽ അങ്ങനെ വാക്കുതർക്കം അരങ്ങേറുമ്പോൾ അവസരം മുതലെടുത്ത് ഒലിവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഫേഗനും കുട്ടികളും ചേർന്ന് ഒലിവറെ പിടികൂടി. വീണ്ടും ഒലിവർ അവിടുത്തെ ഒരു പോക്കറ്റടിക്കാരനായി മാറുകയാണ്.
കാണുകയാണ്. ഒലിവറിന്റെ വസ്ത്രമൊക്കെ അവിടുത്തെ കുട്ടികളൊക്കെ ഊരിയെടുത്തു. ഒലിവറിന് പഴഞ്ചൻ വസ്ത്രങ്ങൾ നൽകി ഒലിവറെ അവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം ഭക്ഷണവുമായി അങ്ങോട്ടേക്ക് ഫേഗൻ കടന്നു ചെന്നു. ഫേഗൻ ആ സമയം ഒലിവറോട് പറഞ്ഞു, ഞങ്ങളെപ്പറ്റി പുറത്തിറങ്ങിയാൽ നീ പോലീസിനോ മറ്റുള്ളവർക്കോ പറഞ്ഞു കൊടുത്താൽ നിന്നെ ഞങ്ങൾ കൊന്നുതള്ളും. മുമ്പ് ഇതുപോലെ ചെയ്യാൻ നോക്കിയ ഒരു പയ്യനോടും ഞങ്ങൾ ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫേഗനോട് സമാധാനിക്കാൻ മറ്റു കുട്ടികൾ പറയുന്നുണ്ടെങ്കിലും ഫേഗൻ കുറച്ച് ടെൻഷനിലായിരുന്നു. ഒലിവർ പോയി പോലീസിനോട് റിപ്പോർട്ട് ചെയ്യും, തങ്ങളെയൊക്കെ പിടിപ്പിക്കും എന്ന് ഫേഗൻ ഭയന്നിരുന്നു. ഒലിവറിന് മേൽ എപ്പോഴും ഒരു കണ്ണു വേണം എന്ന് മറ്റു കുട്ടികൾക്ക് ഫേഗൻ നിർദ്ദേശം കൊടുത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് ഒലിവറിന് ബ്രൗൺലോ എന്ന പേരുള്ള സമ്പന്നനായ വ്യക്തിയുമായി കണക്ഷനുണ്ട് എന്ന് ഫേഗൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫേഗൻ ബിൽസൈക്സിന്റെ അടുത്തേക്ക് ഒലിവറെ കൊണ്ടെത്തിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ബിൽസൈക്സ് തന്റെ കൂട്ടുകാരൻ ടോബി ക്രാക്കറ്റുമായി ഒലിവറിനെ വെച്ച് ഒരു മോഷണം പദ്ധതി ഇട്ടു. ബ്രൗൺലോയുടെ വീട്ടിൽ കടന്നു കയറി ഒലിവറിനെ വെച്ച് വാതിൽ തുറപ്പിച്ച് അവിടെ മോഷണം നടത്തലായിരുന്നു അവരുടെ പദ്ധതി. ബ്രൗൺലോ നല്ലൊരു മനുഷ്യനാണെന്നും തനിക്ക് നല്ലൊരു ജീവിതം തരാൻ ഒരുങ്ങിയ ആ മനുഷ്യന്റെ വീട്ടിൽ മോഷണം നടത്തരുത് എന്നൊലിവർ കൈകൂപ്പി അപേക്ഷിച്ചെങ്കിലും അവരത് കേട്ടില്ല. ഒലിവറെ അവർ ക്രൂരമായി ഉപദ്രവിച്ചു. ഒലിവറുമായി ബ്രൗൺലോയുടെ വീട്ടിലേക്ക് അവരെത്തി. ജനൽ വഴി ഒലിവറെ അകത്ത് കടത്തി ഫ്രണ്ട് ഡോർ തുറക്കാൻ അവർ ആവശ്യപ്പെട്ടു. ഒലിവർ മുകളിലേക്ക് പോയി ബ്രൗൺലോയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ബിൽസൈക്സ് തോക്കെടുത്ത് ഒലിവറിന് നേരെ നീട്ടിക്കൊണ്ട് ഒലിവറെ ഭീഷണിപ്പെടുത്തി. ഭയന്ന ഒലിവർ ഒടുവിൽ ഫ്രണ്ട് ഡോർ തുറക്കാൻ തയ്യാറായി. പക്ഷേ ഡോർ തുറക്കുമ്പോൾ വലിയ രീതിയിൽ ശബ്ദം ഒലിവർ ഉണ്ടാക്കിയിരുന്നു. ബ്രൗൺലോ എഴുന്നേക്കാൻ വേണ്ടി തന്നെയായിരുന്നു അത്. ബ്രൗൺലോ എഴുന്നേറ്റ് വന്നതും ഒലിവറിനെ പിടിച്ചു നിൽക്കുന്ന ആ രണ്ടുപേരെയും അദ്ദേഹം കാണുകയാണ്. ഒലിവർ ഒച്ചയെടുത്ത് കാര്യങ്ങൾ ബ്രൗൺലോയോട് വിളിച്ചു പറയുകയും ചെയ്തു. പിന്നെ പറയണ്ടല്ലോ, ബ്രൗൺലോയും ബിൽസൈക്സും തമ്മിൽ ഷൂട്ടൌട്ട് നടന്നു. ഇതിനിടയിൽ ഒലിവർക്ക് ചെറിയ പരിക്കുമേറ്റു. ഒലിവറുടെ കാലിൽ വെടിയുണ്ട പതിച്ചു. ഒലിവറെ പൊക്കിയെടുത്ത് ബിൽസൈക്സും പാർട്ട്ണറും പോവാൻ ആരംഭിച്ചു. ഒലിവറെ കൊന്ന് തങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ നശിപ്പിക്കാൻ ബിൽസൈക്സ് തീരുമാനിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും ബിൽസൈക്സ് നിലതെറ്റി അടുത്തുള്ള നദിയിലേക്ക് വീണു. ബിൽസൈക്സിനെ രക്ഷപ്പെടുത്താൻ നിർത്തിയാൽ തനിക്കും പണിയാണെന്ന് ചിന്തിച്ച് അവന്റെ പാർട്ട്ണർ ബിൽസൈക്സിനെ മരിക്കാൻ വിട്ട് ഒലിവറുമായി നേരെ ഫേഗിന്റെ അടുത്തേക്ക് എത്തി. നദിയിൽ വീണെങ്കിലും ബിൽസൈക്സ് മരണപ്പെട്ടിരുന്നില്ല. ഒരു തരത്തിൽ അവൻ രക്ഷപ്പെട്ടു. ഒടുവിൽ പനി പിടിച്ച് വീട്ടിൽ കിടപ്പായി. അന്ന് അവനെ നോക്കാൻ അങ്ങോട്ടേക്ക് നാൻസി എത്തിച്ചേർന്നിരുന്നു. ഫേഗൻ അവിടെ വന്ന് ബിൽസൈക്സിനെ കണ്ടു. ഇരുവരും സംസാരിച്ചു. ഒലിവർ തങ്ങൾക്ക് പണിയാകുമെന്നും താൻ ഈ വയ്യായികയിൽ നിന്ന് എഴുന്നേറ്റാൽ ഒലിവറെ വകവരുത്താം എന്നും ബിൽസൈക്സ് പറഞ്ഞു. നാൻസി ഇതൊക്കെ കേട്ടിരുന്നു. നാൻസി അത്ര ക്രൂരിയൊന്നുമായിരുന്നില്ല. ഒരു പാവം പയ്യനെ അങ്ങനെ കൊലപ്പെടുത്തുന്നതിനോട് യോജിക്കാൻ നാൻസിക്ക് പറ്റുമായിരുന്നില്ല. അതിനെതിരെ അവൾ ചോദ്യം ചെയ്തെങ്കിലും ബിൽസൈക്സ് അവളെ ഒച്ചയെടുത്ത് വായടപ്പിച്ചു. നാൻസി പിന്നാലെ ബ്രൗൺലോയുടെ വീട്ടിലെത്തി. ബ്രൗൺലോയെ നേരിട്ട് കാണാൻ ഭാര്യയോട് പറഞ്ഞ അവസരമുണ്ടാക്കി. തെരുവിൽ വെച്ച് ബ്രൗൺലോയെ കണ്ട നാൻസി ഒലിവറെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തോട് വിശദീകരിച്ചു. വിവരങ്ങളെല്ലാം തന്നെ ബ്രൗൺലോ മനസ്സിലാക്കി. ബ്രൗൺലോ ആക്ഷനിലേക്ക് കടന്നു. പക്ഷേ നാൻസിയും ബ്രൗൺലോയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഫേഗന്റെ പയ്യന്മാരിലൊരാൾ നിരീക്ഷിച്ച് കണ്ടെത്തിയിരുന്നു. അവൻ ഫേഗനോടും ബിൽസൈക്സിനോടും ആ കാര്യങ്ങൾ വന്നു പറഞ്ഞു. നാൻസി തന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് ബിൽസൈക്സ് പിന്നാലെ നാൻസിയെ ക്രൂരമായി ആക്രമിച്ചു. അടിച്ചടിച്ച് കൊലപ്പെടുത്തി. അടുത്ത ദിവസം ഫേഗനെയും പോക്കറ്റടിക്കാരുടെ സംഘത്തെയും ബിൽസൈക്സിനെയും പറ്റിയുള്ള വാർത്തകൾ പത്രത്തിൽ നിറഞ്ഞിരുന്നു. നാൻസിയുടെ കൊലപാതകവും അതിൽ സംശയിക്കപ്പെടുന്നത് അവരാണെന്നും അതിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു. പോലീസ് ഫേഗനെയും ബിൽസിനെയും അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ അവർ പെടുമെന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലായിരുന്നു അവർ പെട്ടുപോയത്. ബിൽസൈക്സിന്റെ നായ ബുൾസൈ എന്ന പേരുള്ള ആ നായ പോലീസിനെ അവരുടെ രഹസ്യ സങ്കേതത്തിലേക്ക് എത്തിച്ചു. പാവം നാൻസിയെ കൊലപ്പെടുത്തിയതിൽ നാൻസിയെ ഒറ്റിക്കൊടുത്ത ആ പയ്യനും കുറ്റബോധമുണ്ടായിരുന്നു. പോലീസ് എത്തിയതും അവനെല്ലാം വിളിച്ചു പറഞ്ഞു. ബിൽസൈക്സ് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒലിവറെ ബന്ദിയാക്കി റൂഫ് ടോപ്പിലേക്ക് കയറി. പയ്യൻ തന്റെ കൂടുള്ളപ്പോൾ പോലീസ് തനിക്കെതിരെ വെടിവെക്കില്ല എന്നവൻ ഉറപ്പിച്ചിരുന്നു. പക്ഷേ രക്ഷപ്പെടാനുള്ള അവന്റെ ശ്രമത്തിനിടയിൽ അവൻ കുരുക്കിൽപ്പെടുകയാണ്. ആ കുരുക്ക് അവന്റെ കൊലക്കയറായി മാറി. ഒലിവറും മറ്റു കുട്ടികളും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒലിവർ വീണ്ടും ബ്രൗൺലോയുടെ വീട്ടിലെത്തി സന്തോഷത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ജയിലിൽ കഴിയുന്ന ഫാഗിനെ കാണാൻ ഒലിവറിന് ആഗ്രഹം തോന്നി. ഫാഗിനെ കാണാൻ ഒലിവർ ജയിലിലെത്തി. ഹാലൂസിനേറ്റ് ചെയ്ത് മരിക്കാൻ പോകുന്ന ഭീതിയിലായി കഴിഞ്ഞിരുന്ന ഫാഗിൻ വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു. അയാളെ കണ്ട് ഒലിവറിന് സങ്കടം തോന്നി. ഒന്നുമില്ലെങ്കിലും ഒരിക്കൽ ഒലിവറിന് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്ത വ്യക്തിയാണല്ലോ. ഒലിവർ ദുഃഖത്തോടെ ഒന്ന് തിരികെ പോന്നു. ബ്രൗൺലോക്കൊപ്പം തിരികെ പോരുമ്പോൾ ഫാഗിന്റെ വധശിക്ഷ നടപ്പാക്കുവാൻ തയ്യാറാക്കപ്പെടുന്ന
കിടക്കുന്ന തൂക്കുകയർ ഒലിവർ കണ്ടിരുന്നു. വധശിക്ഷ കാണാൻ അങ്ങോട്ടേക്ക് ആളുകൾ തടിച്ചുകൂടിയെത്താൻ തുടങ്ങി. ബ്രൗൺലോയ്ക്കൊപ്പം ഒലിവർ പിന്നീട് സന്തോഷത്തോടെ ജീവിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ചാൾസ് ഡിക്കൻസ് 1837 എഴുതിയ ഒലിവർ ട്വിസ്റ്റ് എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ചിത്രീകരിച്ച ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.